അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ഇന്ന് വൈകിട്ട് 7:30 ജനകീയ കോടതിയിൽ ഹാഷ്മിയും ഞാനും തമ്മിലുള്ള ഒരു വലിയ തീപാറിയ ഒരു ഡിബേറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. എഡിറ്റ് ചെയ്ത് വലിയ രീതിയിൽ വെട്ടിക്കളഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഡിബേറ്റാണത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അഖിൽമാരാർ വന്നൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല, 24 ചാനലിൻ്റെ അകത്ത് ഒരു ജനകീയ കോടതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അത് ഇന്ന് വൈകിട്ടാണ്, അതായത് ഞായറാഴ്ച വൈകിട്ട് 7:30 ആ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അഖിൽമാരാരും അതോടൊപ്പം തന്നെ ഹാഷ്മിയും തമ്മിൽ വലിയ രീതിയിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് അഖിൽമാരാർ പൈസ കൊടുക്കുന്നില്ല, അതോടൊപ്പം തന്നെ അഖിൽമാരാർ എല്ലാവരെയും കൊണ്ടും പൈസ കൊടുപ്പിക്കത്തില്ല എന്ന രീതിയിൽ ഒരു ചർച്ചയൊക്കെ വന്നല്ലോ. ആ ഒരു സംഭവത്തെ തുടർന്നാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. അത് ഹാഷ്മിയും അതോടൊപ്പം തന്നെ അഖിൽമാരാരും തമ്മിലുള്ള ഒരു ഡിബേറ്റും അതോടൊപ്പം തന്നെ ആ ഡിബേറ്റിൽ പങ്കുചേരുന്ന മറ്റു ആൾക്കാരും ഉണ്ട്. എന്തുമായാലും അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7:30 ആ പരിപാടി ഉള്ളത്. 24 ചാനലിലാണ് അത് ഉള്ളത്. അത് തന്നെ അഖിൽമാരാർ വന്ന് അഖിൽമാരാറിന് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം, അതായത് ഡിബേറ്റിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കട്ട് ചെയ്തിട്ടില്ല എങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഡിബേറ്റ് ആയിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അഖിൽമാരാർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഖിൽമാരാർ പറയുന്നത് എന്തോ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ഇന്ന് വൈകിട്ട് 7:30 ജനകീയ കോടതിയിൽ ഹാഷ്മിയും ഞാനും തമ്മിലുള്ള ഒരു വലിയ തീപാറിയ ഒരു ഡിബേറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. എഡിറ്റ് ചെയ്ത് വലിയ രീതിയിൽ വെട്ടിക്കളഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഡിബേറ്റാണത്. അപ്പോൾ എല്ലാവരും മറക്കാതെ വൈകിട്ട് 7:30 കാണുക. പിന്നെ നമ്മൾ ഈ ശബ്ദങ്ങളൊക്കെ ഉയർത്തുന്നത് പ്രത്യേകിച്ച് ആരെയും അപമാനിക്കാനോ മറ്റു രീതിയിലൊന്നുമല്ല. പിന്നെ ചില ഡിബേറ്റിംഗ് സ്ഥലങ്ങളിൽ നമുക്ക് പറയാനുള്ളത് ആ സമയത്ത് സ്പോട്ട് കൗണ്ടർ എന്ന രീതിയിൽ നമ്മൾ പറയും. അതിനപ്പുറത്തേക്ക് ഞാനും നിങ്ങളുമൊക്കെ ഉയർത്തുന്ന ഒരു ശബ്ദം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പിന്തുണയാണ് നമുക്കിതിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇപ്പം ഇടതുപക്ഷം തന്നെ വീണ്ടും ഭരിച്ചോട്ടെ, പക്ഷെ നന്നായി ഭരിച്ചാൽ മതി. ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന രീതിയിൽ ഭരിച്ചാൽ മതി. പ്രതിപക്ഷത്തിരുന്ന് നമ്മൾ ഉയർത്തുന്ന ഓരോ ശബ്ദങ്ങളാണ് അവരെ ചിന്തിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഭരണത്തിനെതിരെയും ഒക്കെ നമ്മൾ ഓരോരുത്തരും എതിർക്കുമ്പോൾ മാത്രമേ കൂടുതൽ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് തോന്നത്തുള്ളൂ. അല്ലാതെ മറ്റു ഒരു ഉദ്ദേശങ്ങളും നമുക്ക് ഇതിന്റെ പിന്നിലില്ല. വൈകിട്ടാണ് ഈ ഒരു ഡിബേറ്റ് നടക്കുന്നത്. എന്തായാലും അഖിൽമാരാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് ജനനന്മയ്ക്ക് വേണ്ടിയാണ്, അതിനെ ആ രീതിയിൽ തന്നെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അഖിൽമാരാർ പറയുന്നത്. എന്തുമായാലും തീപാറുന്ന രീതിയിലുള്ള ഒരു ചർച്ച തന്നെയായിരിക്കും, ഒരു ഡിബേറ്റ് തന്നെയായിരിക്കും ഹാഷ്മിയും അതോടൊപ്പം തന്നെ അഖിൽമാരാരും നടത്തുക എന്നുള്ളതിന് ഒരു തർക്കവും ഇല്ല. കാരണം രണ്ടുപേരും നല്ല വാക്ചാതുര്യമുള്ള ആൾക്കാർ തന്നെയാണ്. എന്തുമായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.